എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. യോഹന്നാൻ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശു ലോകത്തിൻ്റെ വെളിച്ചം എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് കർത്താവ് പറഞ്ഞു തുടങ്ങിയ പ്രഭാഷണം ദേവാലയ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് തുടർന്നുകൊണ്ടിരുന്നു. ദാനാർപ്പണത്തിനായി ധാരാളം ആളുകൾ കൂടി വരുന്ന സ്ഥലമായതുകൊണ്ട് ശ്രോതാക്കളുടെ ഒരു നല്ല സംഘം അവിടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. പ്രഭാഷണത്തിൻ്റെ ആരംഭഭാഗത്ത് വെള്ളം എന്ന പ്രതീകത്തെ ആധാരമാക്കിയാണ് കർത്താവ് സംസാരിച്ചത്. പിന്നീട് വെളിച്ചം എന്ന പ്രതീകം എടുക്കുന്നു. കൂടാര പെരുന്നാളിൽ ഉപയോഗിച്ചിരുന്ന രണ്ട് പ്രധാന പ്രതീകങ്ങളാണ് വെള്ളവും വെളിച്ചവും. ദൈവിക യാഥാർത്ഥ്യത്തെ സന്നിവേശിപ്പിക്കാനുള്ള അർത്ഥവത്തായ പ്രതീകമാണ് വെളിച്ചം. യഹോവ എൻ്റെ വെളിച്ചം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ജനത്തിൻ്റെ പ്രകാശം ദൈവം തന്നെ എന്ന് പ്രവാചകൻ പറയുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന യേശുവിൻ്റെ വചനം അതുകൊണ്ട് തന്നെ തന്നെ ദൈവതുല്യൻ ആക്കുന്ന പ്രസ്താവനയായിരുന്നു. ഈ വേദഭാഗത്ത് അനേക ചിന്തകളുണ്ട്. ഒന്ന്, അനേകർക്ക് പ്രകാശം പകരുന്ന ലോകത്തിൻ്റെ പ്രകാശമാണ് കർത്താവ്. യേശുവിൻ്റെ വഴികളെ അനുഗമിക്കുക വഴി ഇരുട്ടിൽ തടഞ്ഞു വീഴാതെ സഞ്ചരിക്കാൻ കഴിയും. ഇരുട്ട് ആശയക്കുഴപ്പവും മാർഗദർശനമില്ലായ്മയുമാണ്. യേശുവിൽ ബോധ്യങ്ങളും വഴിയുടെ ബോധ്യവുമുണ്ട്. യേശുവിൽ വഴി വളരെ വ്യക്തമാണ്. തെറ്റിപ്പോകാത്ത മാർഗരേഖയും മാർഗദർശിയുമാണ് യേശു. ആ വഴി പിൻപറ്റുന്നവർ ഈ ലോക ജീവിതയാത്രയിൽ ഇടറാതെ നടക്കുകയും നിത്യതയുടെ മഹത്വത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ലോകം നൽകുന്ന സാധാരണ വെളിച്ച സ്രോതസ്സുകൾ മങ്ങിപ്പോവും. അതിൻ്റെ തിരി അണഞ്ഞു പോകും. യേശു പകരുന്ന വെളിച്ചം ശോഭിത പൂരിതമായി എന്നും നിലനിൽക്കും. 2, യേശു താൻ വെളിച്ചമാണ് എന്ന് പറഞ്ഞ പ്രസ്താവനയുടെ നേർസാക്ഷ്യത്തിനായി തൻ്റെ വാക്കുകളും പ്രവൃത്തികളും പരിശോധിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. വെളിച്ചം പ്രതിനിധീകരിക്കുന്ന നന്മകൾ തന്നിലുണ്ടെന്ന് യേശു സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. താൻ എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ടേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞിരുന്നു. 3, ദൈവം തൻ്റെ പിതാവാണ് എന്ന യേശുവിൻ്റെ അവകാശവാദത്തെ ശാസ്ത്രിമാരും പരീശരും ചോദ്യം ചെയ്തു. യേശുവിൻ്റെ പിതാവ് എവിടെയാണ് എന്ന് അവർ ചോദിച്ചു. യേശു അവരുടെ പരിജ്ഞാനമില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചു. തിരുവെഴുത്തുകൾ അവർക്ക് ആക്ഷരികമായി അറിയാമെങ്കിലും തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വികലമാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വചനങ്ങൾ മാത്രമാണ് അവർ സ്വീകരിക്കുന്നത്. അത് കാണിക്കുന്നത് ദൈവവചനം സംബന്ധിച്ചുള്ള അവരുടെ സത്യസന്ധതയില്ലായ്മയാണ്. ഈ മനോഭാവം കാരണം സത്യപ്രകാശത്താൽ പ്രകാശിതരാകാൻ അവർക്കൊരിക്കലും കഴിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വെളിച്ച സ്രോതസ്സുകൾ മങ്ങിപ്പോകുന്നതും തിരി അണഞ്ഞു പോകുന്നതുമാണോ എന്ന് ചിന്തിക്കണം. ജീവിതയാത്രയിൽ അന്ധകാരം വർദ്ധിച്ചു വരുമ്പോൾ തെളിമ വർദ്ധിക്കുന്ന പ്രകാശമായി
യേശുവിനെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. പ്രകാശത്തട്ടുകളിൽ വസിക്കുന്ന സാക്ഷാൽ പ്രകാശമായിരിക്കുന്ന അവിടുത്തെ സന്നിധിയിൽ ഇരുട്ടിൻ്റെ പ്രഭാവമുള്ള ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങൾ ചേർന്ന് വരുന്നു. ഞങ്ങളുടെ അന്ധകാരത്തെ വെളിച്ചമാക്കി തീർക്കണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ ഇരുളിനെ പ്രകാശമാക്കണമേ. കാഴ്ചപ്പാടുകളുടെ ഇരുളിനെ വിസ്താരമാക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിക്കുന്നു. കൈവിടാതെ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിഴലിൽ കർത്താവെ കരുതിക്കൊള്ളണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും നമ്മോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.